ചൊവ്വാഴ്ച ലഭിച്ചത് റെക്കോർഡ് മഴ. കനത്ത മഴയെ തുടർന്ന് രാജ്യത്തിലെ മിക്കയിടങ്ങളിലും വെള്ളത്തിനടിയിലായി. മഴ ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്ത് നേരത്തെ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിൻവലിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ UAE-യിൽ പെയ്തത് 75 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന മഴ. 254.8 മില്ലിമീറ്റർ മഴയാണ് അലൈനിലെ ഗദമൽ ഷഗ്ല മേഖലയിൽ ലഭിച്ചതെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മഴക്കെടുതിയിൽ വൻ നാശനഷ്ടമുണ്ടാവുകയും റാസൽ ഖൈമ വാദിയിൽ കാർ ഒഴുക്കിൽപ്പെട്ട് സ്വദേശി മരിക്കുകയും ചെയ്തു. ദുബായ് വിമാനത്താവളത്തിൽ റൺവേയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കി. എമിറേറ്റ്സ് അർദ്ധരാത്രി വരെയുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. എയർ അറേബ്യ, ഫ്ലൈ ദുബായ്, എത്തിഹാദ് വിമാനങ്ങളും ഒട്ടുമിക്ക സർവീസുകളും റദ്ദാക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്തിരിക്കുകയാണ്. അതേസമയം റോഡിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ എത്താനാവാത്ത സ്ഥിതിയുമുണ്ട്. ദുബായ് അബുദാബി, ദുബായ് ഷാർജ, ദുബായ് അജ്മാൻ ഇന്റർസിറ്റി ബസ്സുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സർവീസ് നടത്തില്ലെന്ന് RTA അറിയിച്ചു. ഒപ്പം മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈനുകളിലെ വിവിധ സ്റ്റേഷനുകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ സർവീസ് തടസ്സപ്പെട്ടേക്കുമെന്നും RTA അറിയിച്ചു. രാജ്യത്തുടനീളം കനത്ത മഴയെ തുടർന്ന് താഴ്വരയിലെ ജലനിരപ്പ് ഉയർന്നതാണ് വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചത്. രാവിലെ മുതൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും റോഡിലെ വെള്ളക്കെട്ട് നീങ്ങിയിട്ടില്ല. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുകയാണ്. വടക്കൻ എമിറേറ്റുകളിൽ നേരിയ തോതിൽ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. UAE-യിൽ നേരത്തെ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിൻവലിച്ചു. റെഡ് അലർട്ടിന് പകരം വിവിധയിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനം, ദുബായ്.